ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. iPlus ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ PYQ അല്ലെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1060/2025 കോർപ്പറേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓൾറെഡി നമ്മൾ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ അതിൽ പറഞ്ഞു എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരും പ്രോപ്പറായിട്ട് ഈ PYQs ഒക്കെ ഒന്ന് പ്രോപ്പറായിട്ട് പഠിച്ചിട്ടേ പോകാവുള്ളൂ കേട്ടോ. കാരണം നമുക്ക് ലേറ്റസ്റ്റ് സിലബസിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ഒരു പാറ്റേൺ നമുക്ക് പ്രതീക്ഷിക്കാം. ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കുറച്ചുകൂടെ ടഫ് ആവാം. ഓക്കെ, ഇത് വളരെ ബേസിക് ആയിരുന്നു. പിന്നെ അത് നോക്കാം. അധികം സംസാരിച്ച സമയം കളയണ്ട, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയേ. ദ മാക്സിമം ബൊറോവിംഗ് പവർ ഓഫ് എ പ്രൈമറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഈസ് ഡാഷ് ടൈംസ് ദ ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഫണ്ട് എന്ന് പറയുകയാണ്. അതാണ് MPP അല്ലെങ്കിൽ മാക്സിമം ബോറോയിങ് പവർ എന്ന് പറയുന്നത്. ഒരു പ്രൈമറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിന് മാക്സിമം ബോറോ ചെയ്യാവുന്നത് നമ്മുടെ ഷെയർ ക്യാപിറ്റലിന്റെയും ആൻഡ് റിസർവ് ഫണ്ടിന്റെയും എത്ര പെർസെന്റേജ് ആണെന്നാണ് ചോദ്യം അല്ലെ. എത്ര പെർസെന്റേജ് ആണെന്നാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ ആൻസർ ആക്ച്വലി 30 ആണെന്ന് അവർ ആദ്യം കൊടുത്തു, പിന്നെ അവർ ക്യാൻസൽ ചെയ്തു. ക്വസ്റ്റ്യൻസ് അവർ ക്യാൻസൽ ചെയ്തു. ചില പുസ്തകങ്ങളിലൊക്കെ 30 എന്ന് നമുക്ക് കാണാം കേട്ടോ, 30 ആൻസർ കാണാം. പക്ഷെ അത് ക്യാൻസൽ ചെയ്തു കേട്ടോ. അതിപ്പോ നിലവിൽ നിങ്ങളത് പഠിക്കണ്ട. പക്ഷെ നമുക്കിപ്പോ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് എന്താണെന്ന് നോക്കിയാലോ. മാർക്കറ്റിംഗ് സംഘങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. നമ്മുടെ സമൂഹത്തിലൊക്കെ നമുക്ക് മാർക്കറ്റിംഗ് സൊസൈറ്റീസിനെ കുറിച്ച് നമുക്ക് കാണാം അല്ലെ, ശരിയല്ലേ? നമ്മുടെ സമൂഹത്തിലൊക്കെ ഈ മാർക്കറ്റിംഗ് സംഘങ്ങളുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ആ മാർക്കറ്റിംഗ് സംഘം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം കേട്ടോ. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, മാർക്കറ്റിംഗ് സൊസൈറ്റീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയാം, നിങ്ങൾ ജസ്റ്റ് അത് നോട്ട് ചെയ്യണം കേട്ടോ. ക്ലാസ് കാണുന്നവര് ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമുക്കറിയാം ഈ മാർക്കറ്റിംഗ് സംഘങ്ങളുടെ ബെർത്ത് പ്ലേസ്, മാർക്കറ്റിംഗ് സൊസൈറ്റീസിന്റെ ബെർത്ത് പ്ലേസ് എവിടെയാണെന്ന് നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മാർക്കറ്റിംഗ് സൊസൈറ്റീസിന്റെ ബെർത്ത് പ്ലേസ് അത് എവിടെയാണ്? അത് USA ആണ് കേട്ടോ. ഓക്കെ, USA. നമുക്ക് ഇത്തവണ നമ്മുടെ സിലബസിൽ നമുക്ക് ഈ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് അല്ലെങ്കിൽ USA കുറിച്ച് പഠിക്കാനൊന്നുമില്ല. വളരെ വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രമേ ഫോറിൻ കോർപ്പറേഷന്റെ പാർട്ടിൽ നിന്ന് പഠിക്കാനുള്ളൂ. പണ്ട് കാലത്താണെങ്കിൽ ഏകദേശം 13ഓളം രാജ്യങ്ങളായിരുന്നു ഫോറിൻ കോർപ്പറേഷനിൽ നിന്ന് തന്നെ പഠിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് എത്രയാണ് 3-4 രാജ്യങ്ങൾ പഠിച്ചാൽ മതി. എന്നത് മനസ്സിലാക്കി വെക്കണം. മാർക്കറ്റിംഗ് സംഘങ്ങളുടെ ജന്മദേശം എന്ന് അറിയപ്പെടുന്നത് അത് ഓർത്ത് വെച്ചേക്ക്, അത് USA ആണെന്ന് ഓർത്ത് വെച്ചേക്ക് കേട്ടോ. ഓക്കെ, USA ആണ്. പിന്നെ മാർക്കറ്റിംഗ് സംഘങ്ങൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട റൂളിൽ പറയുന്നുണ്ട് അല്ലെ. റൂളിൽ നമുക്കറിയാം നമ്മുടെ KCS ആക്ട് ആൻഡ് റൂൾസിൽ റൂള് 15 പ്രകാരമാണ് രജിസ്ട്രാർ നമ്മുടെ സംസ്ഥാനത്തെ സംഘങ്ങളെ, കേരളത്തിലെ സംഘങ്ങളെ രജിസ്ട്രാർ തരംതിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ലോയിൽ പഠിക്കും, രജിസ്റ്റർമാർ പഠിക്കും. അപ്പം റൂള് 15 പ്രകാരമാണ് രജിസ്ട്രാർ ക്ലാസിഫൈ ചെയ്യുന്നത് ഓർത്ത് വെച്ചേക്ക്. അത് 13 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യും. അപ്പൊ അതില് ഈ റൂള് 15(2)A മാർക്കറ്റിംഗ് സംഘങ്ങളെ കുറിച്ച് പറയുന്നത് ഓർത്ത് വെച്ച് കേട്ടോ. അത്രയാണ് റൂള് 15(2)A കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്, ഡീല് ചെയ്യുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അത് മനസ്സിലാക്കണം. ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. മാർക്കറ്റിംഗ് സംഘങ്ങളുടെ ജന്മദേശം USA ആണ്. റൂള് 15(2)A മാർക്കറ്റിംഗ് സൊസൈറ്റീസിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോഴും അവിടെ എത്രയാണ്? 3 ടയറിൽ തന്നെയാണ് കേട്ടോ. 3 ടയറിൽ തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പെക്സ് ലെവലിൽ പറയുന്നുണ്ട്. പിന്നെന്താണ് ഫെഡറൽ ലെവൽ അപ്പെക്സിൽ പറയുന്നുണ്ട്. മാർക്കറ്റ് ഫെഡ് റബ്ബർ മാർക്ക്, ഇതാണ് നമ്മുടെ അപ്പെക്സ് ലെവലിൽ വരുന്നത്. മാർക്കറ്റ് ഫെഡ് റബ്ബർ മാർക്ക്, പിന്നെ ഫെഡറൽ വരുന്നുണ്ട്, പിന്നെന്താണ് പ്രൈമറിയും വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴും നമ്മുടെ റൂളിൽ 3 തന്നെയാണ് തരംതിരിച്ചേക്കുന്നത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി മാർക്കറ്റിംഗ് സംഘങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മാർക്കറ്റിംഗ് സംഘം ചോദിക്കാം അല്ലെ. ഏതാണ്? ഫസ്റ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഇൻ ഇന്ത്യ പഠിച്ചു വെക്കണം, ചോദിക്കാം. ഫസ്റ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ മാർക്കറ്റിംഗ് സംഘം ഏതാണെന്ന് ചോദിക്കാം. ഫസ്റ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത് ഓർത്ത് വെച്ചേക്കുക, അത് ഹൂബ്ലി ആണ് കേട്ടോ. ഹൂബ്ലി, HUBLI, ഹൂബ്ലിയാണെന്ന് ഓർത്ത് വെച്ചേക്ക്. 1915 രൂപീകരിച്ചിട്ടുള്ളത്. അത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ കർണാടകയിലാണ് കേട്ടോ. കർണാടകയിലെ ഹൂബ്ലിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മാർക്കറ്റിംഗ് സംഘം രൂപീകരിച്ചത് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിൽ വരുന്ന കാര്യമാണ്.
ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓക്കെ, നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യം ഈ ഇന്ത്യയിലെ, ഓക്കെ, അതായത് ഇന്ത്യയിലെ നാഷണൽ ലെവലിൽ വരുന്ന ഏതാണ്, ഇന്ത്യയിലെ നാഷണൽ ലെവൽ സ്ട്രക്ചർ ഏതാണെന്നാണ് നമുക്ക് പഠിക്കുന്നത്. നാഷണൽ ലെവലിൽ വരുന്ന മാർക്കറ്റിംഗ് സംഘം, അതായത് ഇന്ത്യയിലെ മാർക്കറ്റിംഗ് സംഘത്തിന്റെ നാഷണൽ ലെവലിൽ വരുന്ന ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അതേതാണ്, ഓർത്ത് വെച്ച് ഏതാണ്? നാഫഡ് ആണ് കേട്ടോ. ഇന്ത്യയിലെ വരുന്നത് നാഫഡ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. നാഫഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. നാഫഡ് ആണ് ഇന്ത്യയിലെ മാർക്കറ്റിംഗ് സംഘങ്ങളുടെ അപ്പെക്സിൽ വരുന്നത് നാഫഡ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയ ആണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് നോട്ട് ചെയ്ത് പോവാ. ഇനി നമുക്ക് പഠിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റിംഗ് സംഘങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസുകളുണ്ട്, അത് പഠിച്ചു വെക്കണം കേട്ടോ. ടേംസുകൾ ചോദിക്കാം. മാർക്കറ്റിംഗ് സംഘങ്ങളുമായി ബന്ധപ്പെട്ട ടേംസുകൾ കുറച്ചുണ്ട്. അതിൽ ഇങ്ങനെ ഓരോ ടേമും എടുത്ത് വിശദമായിട്ട് പോകുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോവാം. ഡിസ്ട്രസ് സെയിൽ വരുന്നുണ്ട്. പിന്നെ എന്താണ്, വളരെ പ്രധാനപ്പെട്ടായിട്ട് വരുന്നതാണ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. എല്ലാം പറയുന്നില്ല, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാം. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് വരുന്നുണ്ട് കേട്ടോ. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നുണ്ട് ട്രേഡ് ക്രെഡിറ്റ് വരുന്നുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ വരുന്ന ടൈമാണ് ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം കേട്ടോ. ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ വരുന്നുണ്ട് കമ്മീഷൻ ഏജൻസി സിസ്റ്റം. ഓർത്ത് വെച്ചേക്കുക. കമ്മീഷൻ ഏജൻസി സിസ്റ്റം വരുന്നത് ഏതിലാന്ന് ചോദിച്ചാൽ അത് മാർക്കറ്റിംഗ് സംഘവുമായി ബന്ധപ്പെട്ട ടൈമാണ്. ഓർത്ത് വെച്ചേക്കുക എന്തൊക്കെയാണ് നമ്മുടെ കമ്മീഷൻ ഏജൻസി സിസ്റ്റം, ഔട്ട്റൈറ്റ് പർച്ചേസ്, പിന്നെ പറയുന്നുണ്ട് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, പിന്നെ വരുന്നുണ്ട് പൂളിംഗ് എന്നൊക്കെ പറഞ്ഞ് ടൈം വരുന്നുണ്ട്. പൂളിംഗ് കേട്ടോ. പൂളിംഗ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ടൈംസുകളാണ്. ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. ഓരോന്നിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ പോകുന്നില്ല, അതിനുള്ള സമയം നമുക്ക് പരിമിതമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് കേരളത്തിൽ വരുന്ന അപ്പെക്സിൽ വരുന്ന സംഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് വരുന്ന ഏതാണെന്ന് വെച്ചാൽ അത് മാർക്കറ്റ് ഫെഡ് ആണ് അല്ലേ. ഇതാണ് മാർക്കറ്റ് ഫെഡ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ജസ്റ്റ് അതും കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ. മാർക്കറ്റ് ഫെഡും കൂടെ ജസ്റ്റ് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, മാർക്കറ്റ് ഫെഡ് വന്ന വർഷം എന്ന് വെച്ചാൽ 1960. മാർക്കറ്റ് ഫെഡ് നിങ്ങൾ ചോദിക്കുകയാണ് മാർക്കറ്റ് ഫെഡ് എന്ന് ചോദിച്ചാൽ അത് 1960. എന്നാൽ മാർക്കറ്റ് ഫെഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് മലബാർ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ ആണെന്നും പറഞ്ഞാണ് രൂപീകരിച്ചത് 1942 കേട്ടോ. ഓക്കെ, 1942 ഇന്ന് കാണുന്ന മാർക്കറ്റ് ഫെഡ് അല്ല, 1942 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അന്ന് അതിന്റെ പേര് എന്ന് പറഞ്ഞാൽ മലബാർ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ എന്നാണ് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അതിനുശേഷം അതിനെ നമ്മൾ എന്താണ് സൗത്ത് മലബാർ ഡിസ്ട്രിക്ട് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന് 1958 അതിന്റെ പേര് വീണ്ടും മാറ്റി എന്ന് ഓർത്ത് വെച്ചേക്കുക. അതിനുശേഷമാണ് ഓർത്ത് വെച്ചേക്കുക നമ്മൾ ഇന്ന് കാണുന്ന മാർക്കറ്റ് ഫെഡ് ആയിട്ട് വന്നത് 1960 ഓർത്ത് വെച്ചേക്കുക കേട്ടോ. 1960 ഇത് രൂപീകരിക്കുന്ന സമയത്ത് ഇതിന്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് എവിടെയായിരുന്നു? കാലിക്കറ്റിലായിരുന്നു. 1978 വരെ മാർക്കറ്റ് ഫെഡിന്റെ ഹെഡ് ക്വാർട്ടർ കാലിക്കട്ടായിരുന്നു. അതിനുശേഷമാണ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതെന്നും ജസ്റ്റ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇത്രയാണ് മാർക്കറ്റിംഗ് സംഘങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് പോവാം. ഓക്കെ, പിന്നെയും നമ്മൾ ഓരോ സംഘങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ ഫണ്ടുകൾ, സോഴ്സ് ഓഫ് ഫണ്ട്, അതിന്റെ മാക്സിമം ബോറോയിങ് പവർ ഒക്കെ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ആപ്പിൽ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ഓരോന്നും കൊടുത്ത് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാ കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ് ദ അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി കൺസ്യൂമർ മൂവ്മെന്റ് ഇൻ കേരള. ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടത്തെയാണ്? കേരളത്തിലെയാണ്. അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി കൺസ്യൂമർ മൂവ്മെന്റ് ഇൻ കേരള. ഓപ്ഷൻ എയിൽ പറയുന്നു NCCF, ഓപ്ഷൻ ബിയിൽ പറയുന്നു കൺസ്യൂമർ ഫെഡ്, ഓപ്ഷൻ സിയിൽ പറയുന്നു കോബി, ഓപ്ഷൻ ഡിയിൽ പറയുന്നു DWCS. ഏതാണ് ആൻസർ വരുന്നത്? ഓർക്കണം, ഞാൻ പറഞ്ഞു കേരളത്തിലെയാണ്. ഏതാണ് മക്കളെ ആൻസർ വരുന്നത്? ആ കൺസ്യൂമർ ഫെഡ് ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് എഴുതാൻ പറ്റുന്നത് അല്ലെ. എന്താണ് ആൻസർ? ആ കൺസ്യൂമർ ഫെഡ് ആണ്.
അപ്പൊ നമുക്ക് ഈ കൺസ്യൂമർ മൂവ്മെന്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്തിട്ട് പോകാം, അല്ലേ? മോശമില്ല അല്ലേ? നമ്മൾ ഓരോന്നും എടുത്ത് കുറച്ച് കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്തിട്ട് വേണം പോകാം. ആ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ഒന്നാണ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ആൻസർക്ക് നോക്കിയാൽ മതി. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതുമായിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, കൺസ്യൂമർ ഫെഡുമായിട്ട്. അപ്പൊ കൺസ്യൂമർ ഫെഡിനെ കുറിച്ച് പഠിക്കുമ്പോഴും നമുക്ക് അതിന്റെ ജന്മദേശം അറിയണ്ടേ, ഏത് രാജ്യത്താണ് ഈ ടൈപ്പ് സംഘങ്ങൾ അല്ലെ കൺസ്യൂമർ മൂവ്മെന്റ് രൂപീകരിച്ചത് നമുക്ക് ആദ്യം അറിയണം. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഇംഗ്ലണ്ട് ഈസ് കൺസിഡേർഡ് ടു ബി ദ ഹോംലാൻഡ് അല്ലെങ്കിൽ ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഏതാ ആൻസർ വരിക? ഇംഗ്ലണ്ട് ആണ് അല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാക്കുക, ഇംഗ്ലണ്ട് ഈസ് ദി ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ മൂവ്മെന്റ് എന്ന് പറയാം അല്ലെ? വളരെ പ്രധാനപ്പെട്ട അല്ലെ? ആ കൺസ്യൂമർ മൂവ്മെന്റിന്റെ ഹോംലാൻഡ് അല്ലെങ്കിൽ ബർത്ത് പ്ലേസ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇംഗ്ലണ്ടിനെയാണ്. ഇംഗ്ലണ്ട് അറിയാം ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ തന്നെ ബർത്ത് പ്ലേസ് ആണ്. അപ്പം ഇവിടെ പറയുന്നത് കൺസ്യൂമർ മൂവ്മെന്റിന്റെ, ഓർക്കുക, കൺസ്യൂമർ മൂവ്മെന്റിന്റെ ബർത്ത് പ്ലേസ് ആയിട്ട് കണക്കാക്കുന്നത് എന്തിവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലണ്ട് ആണെന്ന് ഓർത്ത് വെച്ച്, ഇംഗ്ലണ്ടാണ്. ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ എന്താ പറയാ ഫസ്റ്റ് സക്സസ്ഫുൾ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് റെപ്സ് ആണ്. 1844 രൂപീകരിച്ചിട്ടുള്ള റെപ്സ് ആണ് അല്ലെ? അതും നമുക്കറിയാം. ഇനി വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കൂടുതലേക്കൊന്നും പോകുന്നില്ല. ഇപ്പൊ ഇന്ത്യയിലെയും കേരളത്തിലെയും കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇന്ത്യയിലെയും കേരളത്തിലെയും കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇവിടെ നമുക്ക് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കൺസ്യൂമർ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോറുകൾ അറിയപ്പെടുന്ന പേര്, അതിനെ വിശേഷിപ്പിക്കാം എന്നത് വിശേഷിപ്പിക്കാം വാർ ടൈം ബേബീസ് എന്ന് വിശേഷിപ്പിക്കാം. നോക്കിയേക്കട്ടോ, വാർ ടൈം ബേബീസ് ചോദിച്ചിട്ടുണ്ട്. വാർ ടൈം ബേബീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? വാർ ടൈം ബേബീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോറുകളാണ്. കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോറുകൾ എന്ന് ഓർത്ത് വെച്ചത്. കാരണം ഓണാസ്തി വാർ ടൈം ബേബീസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ ഈ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് നമ്മൾ നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെ ഗണത്തിലാണ് പെടുത്തുക. എന്താണ് ഞാൻ പറഞ്ഞത്? ആ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിനെ ഞാൻ പറഞ്ഞു എന്താണ്? നോൺ അഗ്രികൾച്ചറൽ, ഓർക്കണം കേട്ടോ. ആ നോൺ അഗ്രികൾച്ചറൽ അത് നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ്, നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ പറഞ്ഞത് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആർ ഓൾസോ നോൺ ആസ് യൂണിവേഴ്സിറ്റി സ്റ്റോർസ് ഇൻ കോർപ്പറേഷൻ എന്ന് പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? ഓർത്ത് വെച്ച്, കൺസ്യൂമർ കോപ്പറേറ്റീവ്സിനെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് യൂണിവേഴ്സിറ്റി സ്റ്റോർസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് എന്ന് ഓർത്ത് വെച്ച് കേട്ടോ. പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് സൊസൈറ്റി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് സൊസൈറ്റി എന്നും നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മൾ എപ്പോഴും പഠിക്കുന്ന കാര്യമുണ്ട് എന്താണ്? ഫസ്റ്റ് കൺസ്യൂമർ സൊസൈറ്റി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ കൺസ്യൂമർ സൊസൈറ്റി ഏതാണ്? അത് TUCS ആണ്. ട്രിപ്ലിക്കെയിൻ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇസ് ദ ഫസ്റ്റ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ. ഓർത്ത് വെച്ചേക്കുക, ട്രിപ്ലിക്കെയിൻ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അറിയാം, 1905 അല്ലെ? 1905 എവിടെയാണ് രൂപീകരിച്ചത്? മദ്രാസിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്കറിയാം കേരളത്തില് കൺസ്യൂമർ സൊസൈറ്റീസിന് നമ്മൾ എത്ര തലത്തിലാണ് ഇതിനെ തരംതിരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എത്ര തലത്തിലാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കുക, സംസ്ഥാനത്ത്. ഇതാണ് പറയുന്നത് നമ്മുടെ അപ്പെക്സ് ലെവല് കേരളമാണോ അല്ലെങ്കിൽ ഇന്ത്യ ആണോ നോക്കണം. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് 3 ടയറിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. 3 ടയർ ഓർക്കുക, 3 ടയർ. അതിന്റെ അപ്പെക്സിൽ എന്ത് വരുന്നുണ്ട്? കൺസ്യൂമർ ഫെഡ് വരുന്നുണ്ട്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയല്ലേ? അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കൺസ്യൂമർ മൂവ്മെന്റ് ഇൻ കേരള കൺസ്യൂമർ ഫെഡ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു 3 തലത്തിലാണ്, 3 ടയറിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പെക്സ് ലെവലിൽ കൺസ്യൂമർ ഫെഡ് വരുന്നു. ഇനിയുണ്ട് അതിന്റെ വരുന്നത് എന്താണ്? മിഡിൽ ലെവലിൽ വരുന്നുണ്ട് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോറുകൾ, DWCS. അതാണ് അതിന്റെ മിഡിൽ ലെവലിൽ വരുന്നത്. അതിനല്ലേ നോക്കിയേ, ഇവിടെ നമുക്ക് ഓപ്ഷനിൽ വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ അതിലേക്ക് പോവരുത്. DWCS വരുന്നുണ്ട്. ഇനി പ്രൈമറി തലത്തിലും വരുന്നുണ്ട്. 3 തലം അല്ലേ? ഇനി പ്രൈമറിയിൽ വരുന്നുണ്ട് ഏതാണ്? പ്രൈമറി കൺസ്യൂമർ സ്റ്റോറുകളാണ്. പ്രൈമറി കൺസ്യൂമർ സ്റ്റോർസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഏരിയാസ് ആണ്. കാരണം അടുത്ത തവണ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം.
ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു, കേരളത്തിൽ 3 ടയർ ആണെങ്കിൽ ഇന്ത്യയിൽ എത്ര ടയറാണ്, നമ്മുടെ രാജ്യത്ത് എത്ര ടയറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചേക്കുക, നാഷണൽ ലെവലിൽ 4 ടയർ ആണ്. ഓക്കെ, നാഷണൽ ലെവൽ 4 ടയർ ആണ്. അതായത് നാഷണൽ ലെവൽ വരുമ്പോൾ അപ്പെക്സിൽ NCCF കൂടെ വരും. എന്തോടെ വരും? NCCF. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. നാഷണൽ ലെവൽ വരുമ്പോഴത്തേക്കും NCCF കൂടെ വരും എന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. NCCF എന്ന് വരും. പിന്നെ കൺസ്യൂമർ സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട ടേംസുകളാണ് ട്രേഡ് ഡെപ്പോസിറ്റ്, ട്രേഡ് ക്രെഡിറ്റ് മാർക്കറ്റിംഗും ട്രേഡ് ഡെപ്പോസിറ്റ് ഏതുമായി വരുന്നതാണ്? കൺസ്യൂമറുമായി ബന്ധപ്പെട്ട് വരുന്നത്. പിന്നെ ആക്റ്റീവ് പ്രൈസ് പോളിസി, ലീഡ് ആൻഡ് ലിങ്ക് സ്കീം, പാട്രോണേജ് ഡിവിഡന്റ്, ഡബിൾ കമ്പാർട്ട്മെന്റ് സിസ്റ്റം, എക്സെട്ര കുറെ അധികം ടേംസുകൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സസിലുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് അതെല്ലാം കൂടി ചർച്ച ചെയ്യാൻ ഉള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് അത് സ്കിപ്പ് ചെയ്യുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, കേരളത്തില് നമ്മുടെ അപ്പെക്സ് ലെവലിൽ വരുന്നത് ആരാണ്? കൺസ്യൂമർ ഫെഡ് ആണ് അല്ലെ. കൺസ്യൂമർ ഫെഡ് ആണ്. കൺസ്യൂമർ ഫെഡ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. വർഷം ഏതാണ്? ഓർത്ത് വെച്ചേക്ക് 1965 ഓർത്ത് വെച്ചേക്കട്ടോ. 1965 ഹെഡ് ക്വാർട്ടർ എവിടാന്ന് ചോദിച്ചാൽ അത് എറണാകുളമാണ്. ഹെഡ് ക്വാർട്ടർ വരുന്നത് എറണാകുളത്താണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ പറഞ്ഞ ത്രിവേണി സൂപ്പർ മാർക്കറ്റും ഒക്കെ, പിന്നെ മെഗാ മാർട്സ് ഒക്കെ കൺസ്യൂമർ ഫെഡിന്റെ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ പ്രിയ അംബ്രല്ല, ത്രിവേണി നോട്ട് ബുക്ക്, ഓക്കെ, പിന്നെ പറയുന്നുണ്ട് ഗ്രോസറി ഹോൾസെയിൽ ഡിപ്പോട്ട്, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി പോവാം. ത്രിവേണി ഹറി കറി അല്ലെ. ത്രിവേണി പേര് വളരെ പ്രധാനപ്പെട്ടാണ്, ചോദിച്ചിട്ടുമുണ്ട്. ത്രിവേണി ഹറി കറി, ത്രിവേണി ഹറി കറിയൊക്കെ കൺസ്യൂമർ ഫെഡുമായി ബന്ധപ്പെട്ട് പോകുന്ന കാര്യങ്ങളാണെന്ന് ഓർത്ത്. നീതി സ്റ്റോറുകള്, നീതി മെഡിക്കൽ സ്റ്റോറുകള്, ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നന്മ സ്റ്റോറുകള്, ഇതൊക്കെ കൺസ്യൂമർ ഫെഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മക്കളെ എല്ലാവരും ഒന്ന് ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് നോട്ട് ചെയ്തേക്കണം കേട്ടോ. അടുത്ത പരീക്ഷയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം വരാൻ പറ്റുന്ന ചാൻസുകളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം. എന്താണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഓൺ റൂറൽ ഡെവലപ്മെന്റ് ഹാസ് ബീൻ ഡയറക്റ്റഡ് ടു ദ വില്ലേജസ്? ഓപ്ഷൻ എയിൽ പറയുന്നു മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്, ഓപ്ഷൻ ബി പറയുന്നു കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, ഓപ്ഷൻ സിയിൽ പറയുന്നു മിൽക്ക് കോപ്പറേറ്റീവ്സ്, ഓപ്ഷൻ ഡിയിൽ പറയുന്നു ഹാൻഡ്ലൂം കോപ്പറേറ്റീവ്സ്. ഇതാണ് പറയുന്നത് ഓപ്പറേഷൻ ഫ്ലഡ്. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഓൺ റൂറൽ ഡെവലപ്മെന്റ് ഹാസ് ബീൻ ഡയറക്റ്റഡ് ടു ദ വില്ലേജസ്. ഏതാണ് അവിടെ ആൻസർ വരിക? അപ്പൊ എല്ലാവർക്കും ഒരു ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെ, എന്തുമായി ബന്ധപ്പെട്ടതാണ്? മിൽക്ക് കോപ്പറേറ്റീവ്സ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടതാണ് ഈ ഓപ്പറേഷൻ ഫ്ലഡ്. നമുക്ക് ജസ്റ്റ് അതും കൂടി ഒന്ന് പരിശോധിക്കാം, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലേ. അപ്പൊ ഈ ഓപ്പറേഷൻ ഫ്ലഡ് അത് എന്തിനു വേണ്ടിയാണ് രൂപീകരിച്ചിട്ടുള്ളത്, ആ പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുള്ളത്? ഓപ്പറേഷൻ ഫ്ലഡ് വന്നിട്ടുള്ളത് ഓർത്ത് വെച്ചേക്കാം, മിൽക്ക് പ്രൊഡക്ഷൻ, പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് ഓർത്ത് വെച്ചത് കേട്ടോ. ഓപ്പറേഷൻ ഫ്ലഡ് മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടി കൊണ്ടുവന്ന സംഭവമാണ്. മിൽക്ക് ഇൻക്രീസ് മിൽക്ക് പ്രൊഡക്ഷൻ എന്നാ പറയുക. മിൽക്ക് പ്രൊഡക്ഷൻ, പാൽ ഉൽപാദനം മാക്സിമം കൂട്ടുക എന്നുള്ള രീതിയിലാണ്. പിന്നെ നമുക്കറിയാം ഇത് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്ത് ആരെന്ന് ചോദിച്ചാൽ അത് NDDB ആണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എന്നറിയപ്പെടുന്ന NDDB ആണ് എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തത്. ഓക്കെ, അത് എന്തിന്റെ പാർട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ആസ് എ പാർട്ട് ഓഫ് വേൾഡ് ഫുഡ് പ്രോഗ്രാം വിത്ത് ഫിനാൻഷ്യൽ ഹെൽപ്പ് ഫ്രം EEC. ഓക്കെ, യൂറോപ്യൻ യൂണിയനിൽ നിന്നൊക്കെ ഒരു സാമ്പത്തിക സഹായം ലഭിച്ചതിനെ തുടർന്നാണ് ഇത് വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്ന് പറയുന്ന ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് NDDB എന്ത് ചെയ്യുന്നത്, ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ഓർത്ത് വെച്ചേക്കാം. നമുക്ക് അതുകൊണ്ട് തന്നെ ഇതിനെ വൈറ്റ് റെവല്യൂഷൻ എന്ന് വിളിച്ചൂടെ? ഓപ്പറേഷൻ ഫ്ലഡിനെ നമുക്ക് വൈറ്റ് റെവല്യൂഷൻ അല്ലെ, വൈറ്റ് റെവല്യൂഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ വൈറ്റ് റെവല്യൂഷന്റെ ഫാദർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് ഡോക്ടർ വർഗീസ് കുര്യൻ ആണ്. ഡോക്ടർ വർഗീസ് കുര്യൻ ഈസ് ദ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഈ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത് 3 ഫേസിലാണ് കേട്ടോ, ഒറ്റയടിക്കല്ല, 3 ഫേസ് ആയിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പറയുന്നുണ്ട് 1970 സ്റ്റാർട്ട് ചെയ്ത് 1996 വരെയാണ് 3 ഫേസ് ആണ്. ഒന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ 1970 മുതൽ 1980 വരെയാണ്. സെക്കൻഡ് വരുന്നത് എന്ന് മുതൽ എന്ന് വരെയാണ്? 1980 മുതൽ പഠിച്ചാൽ മതി, 1985 വരെയാണ്. പിന്നെ തേർഡ് വരുന്നത് 1985 മുതൽ 1996 വരെയാണ് കേട്ടോ. ചില പുസ്തകങ്ങളിൽ 1979 കാണിക്കുന്നുണ്ട്, ജസ്റ്റ് അവിടെ പ്രാധാന്യമില്ല. ചില പുസ്തകങ്ങൾ 79, ചില 80 കാണിക്കുന്നുണ്ട്.
ഓക്കെ, 80 മുതൽ 85 വരെയാണ് എന്ന് പിടിച്ചാൽ മതി. പിന്നെ 3 ഫേസ് ആയിട്ട് നമുക്ക് വരുന്നത്. ജസ്റ്റ് ഒന്നും പഠിച്ചിട്ട് പോകണം കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. ഇത് പ്രോപ്പറായിട്ട് പഠിക്കേണ്ടത് ഏത് ഏരിയ? ഡയറീസിനെ കുറിച്ചാണ് കേട്ടോ. ഡയറിയെ കുറിച്ചാണ് പഠിക്കുന്ന ഒരു ഏരിയയിലാണ് ഇത് വരുന്നത് കേട്ടോ. ആ ഡയറി കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ്സിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ വരുന്ന ഒരു പാർട്ടാണ് ഈ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം എന്ന് ഓർത്ത് വെച്ചേക്കുക. NDDB ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി that generally supply raw materials, tools and equipment and help members in selling their product. അപ്പൊ പറയാണ് the type of industrial society, ഇതിൽ ഏത് ടൈപ്പ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആണ് എന്ത് ചെയ്ത് that generally supply raw materials, tools and equipment. അതായത് മെമ്പേഴ്സിന് റോ മെറ്റീരിയൽ, ടൂള്, എക്യുപ്മെന്റ് ഒക്കെ കൊടുക്കുന്നു. അതുപോലെ തന്നെ ആൻഡ് ഹെൽപ്പ് മെമ്പേഴ്സ് ഇൻ സെല്ലിംഗ് ദെയർ പ്രോഡക്ട്സ്. അതുപോലെ തന്നെ അംഗങ്ങളെ സഹായിക്കുന്നു, അവരുടെ ആ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഓപ്ഷൻ എയിൽ പറഞ്ഞു ഇൻഡസ്ട്രിയൽ സർവീസ് സൊസൈറ്റി അല്ലേ, അത് പറഞ്ഞതാണ് ഇൻഡസ്ട്രിയൽ സർവീസ് സൊസൈറ്റി. ഓപ്ഷൻ ബി പറഞ്ഞു വർക്ക്ഷോപ്പ് സൊസൈറ്റി. ഓപ്ഷൻ സിയിൽ പറയുന്നു പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സ്. ഓപ്ഷൻ ഡി പറഞ്ഞു കളക്റ്റീവ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി. അതാണ് ആൻസർ വരിക. ഇൻഡസ്ട്രിയൽ സർവീസ് സൊസൈറ്റീസ് ആണ് ആൻസർ വരിക അല്ലേ, എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇൻഡസ്ട്രിയൽ സർവീസ് സൊസൈറ്റി ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് എല്ലാവർക്കും അറിയാം. KS ബാവ കമ്മിറ്റി recommended the formation of dash for the development of the SC/ST society, SC/ST community. ഇപ്പൊ SC/ST കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഫോം ചെയ്തു എന്ത്? അതായത് KS ബാവയുടെ റെക്കമെൻഡേഷനിൽ ഫോം ചെയ്തത് എന്താണ്? ഓപ്ഷൻ എയിൽ പറയുന്നു ആപ്കോസ്, ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ല. ഓപ്ഷൻ ബി പറയുന്നു ലാംസ്, ലാർജ് സൈസ് ആദിവാസി മൾട്ടി പർപ്പസ് സൊസൈറ്റി. ഓപ്ഷൻ സിയിൽ പറയുന്നു ബഹാൻ. ഓപ്ഷൻ ഡി പറയുന്നു ക്രിപ്കോ അല്ലെ, കൃഷക് ഭാരതി. ഏത് ആൻസർ വരിക? എല്ലാവർക്കും അറിയാം. ഈ ബാവ എന്ന് കേൾക്കുമ്പോഴേ കുഞ്ഞിനെ നമ്മൾ പിള്ളേരെ പറഞ്ഞ് പഠിപ്പിക്കുന്നവരാണ്. എന്താണ്? ലാംസ് ആണ് അല്ലേ. ലാംസ് അല്ലേ ആൻസർ വരിക? ലാംസ് ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ലാംസ്. ഓക്കെ, ലാംസ് ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് നല്ല ക്വസ്റ്റ്യൻ അല്ലേ. ആൻ ഇൻഡിപെൻഡന്റ് ഒഫീഷ്യൽ പോയിന്റഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് റീസോൾവ് അല്ലെ. ആൻ ഇൻഡിപെൻഡന്റ് ഒഫീഷ്യൽ അപ്പോയിന്റഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് റീസോൾവ് കംപ്ലൈൻസ് റിലേറ്റിംഗ് ടു ദ ഫംഗ്ഷനിങ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഫംഗ്ഷൻസുമായി ബന്ധപ്പെട്ട കംപ്ലൈൻസുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും റിസോൾവ് ചെയ്യാനുമായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ഒഫീഷ്യൽ ആരാണെന്നാണ് ചോദ്യം. അവിടെ പറയുന്നുണ്ട്. ഓപ്ഷൻ എയിൽ പറയുന്നു ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് DCA. ഓപ്ഷൻ ബിയിൽ പറയുന്നു കൺകറന്റ് ഓഡിറ്റർ. ഓപ്ഷൻ സിയിൽ പറയുന്നു ഓംബുഡ്സ്മാൻ. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു രജിസ്ട്രാർ. ഏതാണ് ഇവിടെ ആൻസർ വരിക? ഏത് ആൻസർ വരിക? ഓംബുഡ്സ്മാൻ ആണല്ലേ. ഓംബുഡ്സ്മാൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഓംബുഡ്സ്മാനെ കുറിച്ച് 1-2 കാര്യങ്ങൾ നമുക്ക് പഠിച്ചിട്ട് പോവാം. നമുക്കിനി ഓംബുഡ്സ്മാനെ കുറിച്ച് പരിശോധിക്കാം അല്ലേ. അതാണ് ഓംബുഡ്സ്മാൻ. അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ആ ഒരു വകുപ്പ് എന്ന് പറയുന്നത് വകുപ്പ് സെക്ഷൻ 69A അല്ലെ. 69A ഓംബുഡ്സ്മാനെ കുറിച്ച് പറയുന്ന ആ ഒരു സെക്ഷൻ. അപ്പം ആരാണ് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത് ചോദിച്ചത്? ഗവൺമെന്റ് ആണ് കേട്ടോ. ദ ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്? ഒരു സ്കീം രൂപീകരിക്കുകയാണ്. ആ ഒരു സ്കീമിന്റെ പേരാണ് കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഗവൺമെന്റിന് വേണമെങ്കിൽ ഒരു വ്യക്തിയെയോ അല്ലെ വൺ ഓർ മോർ വൺ പേഴ്സൺസ് എന്നാ പറയുക. ഓക്കെ, 1 or more പേഴ്സൺസ്, അതായത് ഒന്നോ ഒന്നിലധികമോ ആൾക്കാരെ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ആ ഒരു തസ്തികയിലേക്ക് അപ്പോയിന്റ് ചെയ്യുക. ഒന്നോ അതിലധികമോ വ്യക്തികളെ. നമ്മളിപ്പോ ഒരാളെയാണ് അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ ഓംബുഡ്സ്മാൻ എന്ന് പറയും കേട്ടോ. ഒരാളെയാണ് അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ ഓംബുഡ്സ്മാൻ എന്ന് പറയും. ഇനി മോർ ദാൻ വൺ അല്ലെങ്കിൽ എന്താണ് ഒന്നിൽ കൂടുതൽ ആൾക്കാരെയാണ് അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഓംബുഡ്സ്മാൻ അല്ല, അവിടെ ഓംബുഡ്സ്മെൻ ആണെന്ന് ഓർത്ത് വെച്ചു കേട്ടോ. അവിടെ പറയുന്നത് ഓംബുഡ്സ്മെൻ എന്ന് ഓർത്ത് വെച്ചു. ഒരാളാണെങ്കിൽ ഓംബുഡ്സ്മാൻ, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഓംബുഡ്സ്മെൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓംബുഡ്സ്മാന്റെ കാലാവധി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഒന്നെങ്കിൽ 3 വർഷം 3 years ഓ 65 3 years, ഒന്നെങ്കിൽ 3 വർഷത്തേക്ക്, അല്ലെങ്കിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ എന്താണെന്ന് പറയുക ഓർ അറ്റൈനിങ് ദ ഏജ് ഓഫ് 65 years എന്നാണ് പറയുക. ഒന്നെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ, ഇതിലേതാണോ ആദ്യം അതുവരെ ആയിരിക്കും ഈ ഓംബുഡ്സ്മാന്റെ കാലാവധി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഒന്നെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, ഇതിലേതാണോ ആദ്യം അറ്റൈൻ ചെയ്യുന്നത് അതുവരെ ആയിരിക്കും അദ്ദേഹത്തിന്റെ എന്ന് പറയുക കാലാവധി എന്ന് പറയുക. ഓംബുഡ്സ്മാൻ ആരുടെ നിയന്ത്രണത്തിലാണെന്ന് ചോദിക്കാം.
ആരുടെ നിയന്ത്രണത്തിലാണ്? അണ്ടർ ദി കൺട്രോൾ ഓഫ് ഗവൺമെന്റ് എന്ന് ഓർത്ത് വെച്ചു. അണ്ടർ ദി കൺട്രോൾ ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റ് തന്നെയാണ് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലായിരിക്കും എന്ന് ഓർത്ത് വെച്ചു കേട്ടോ. വളരെ പ്രധാനപ്പെട്ട സെക്ഷൻ 69A ഇനി ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ഈ ഒരു ഐഡിയോളജി, ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ഐഡിയോളജി രൂപീകരിച്ചത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കുക, അത് സ്വീഡനിലാണ് കേട്ടോ. സ്വീഡനിലാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ആ ഒരു ഐഡിയോളജി രൂപം കൊണ്ടത് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ആക്ട് ഓഫ് അൺനെസസറിലി ഡിലേയിങ് ആൻഡ് പോസ്റ്റ്പോണ്ടിങ് ടാസ്ക്. അതായത് മനഃപൂർവ്വം നമ്മളൊരു ജോലി അങ്ങോട്ട് മാറ്റി വെക്കുക, അൺനെസസറി ആവശ്യമില്ലാതെ മനഃപൂർവ്വം നമ്മളൊരു ജോലി ഡിലേ ചെയ്യുകയോ അല്ലെങ്കിൽ അത് മാറ്റി വെക്കുകയോ ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എയിൽ പറയുന്നു ആക്ടിവിറ്റി ലോഗിങ്, ഓപ്ഷൻ ബി പറഞ്ഞ പ്രൊക്രാസ്റ്റിനേഷൻ, ഓപ്ഷൻ സി പറഞ്ഞ പ്രഷർ ഓൺ പെർഫോമൻസ്, ഓപ്ഷൻ ഡി പറഞ്ഞു റിലാക്സേഷൻ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ആ ഒരു സിലബസ് ബേസ്ഡ് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി പ്രോക്രാസ്റ്റിനേഷൻ എന്ന് ഓർത്ത് വെച്ചു കേട്ടോ. എന്താണ് ആൻസർ വരിക? പ്രോക്രാസ്റ്റിനേഷൻ എന്നാണ് ഇവിടെ ആൻസർ വരുന്നത്. ഇപ്പൊ നമ്മള് ഇത് പുതിയ സിലബസ് പ്രകാരം വന്നതായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ഏരിയയാണ് പ്രോക്രാസ്റ്റിനേഷൻ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പഠിക്കേണ്ട പോയിന്റ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ വരിക? ഹു ഇസ് ദി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്? ഇപ്പൊ രജിസ്ട്രാർ, നമ്മുടെ സഹകരണ സംഘടന നിലവിലെ രജിസ്ട്രാർ ആരാണ്? നമ്മൾ ഓരോ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് അപ്പോയിന്റ്മെന്റ്സുകൾ പഠിച്ചിട്ട് പോകണം. കാരണം നമുക്ക് വ്യത്യാസങ്ങൾ വരാം, ഓരോ തവണയും നമുക്ക് വ്യത്യാസങ്ങൾ വരാം. ഇപ്പൊ നിലവിലെ നമ്മുടെ രജിസ്ട്രാർ ആണ്. ഓപ്ഷൻ എയിൽ പറഞ്ഞ സുഭാഷ് ടി വി IAS, ഓപ്ഷൻ ബിയിൽ പറഞ്ഞ വീണ എൻ മാധവൻ IAS, ഓപ്ഷൻ സിയിൽ പറഞ്ഞ ഡോക്ടർ ഡി സജിത് ബാബു IAS ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു ഗീത IAS. ഇപ്പൊ ഇവിടെ ഏതാണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡോക്ടർ ഡി സജിത് ബാബു. സജിത് സാറാണ് നിലവിലെ എന്ന് പറയുക രജിസ്ട്രാർ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ രജിസ്ട്രാറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ, RCS കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ എന്നാണ്? സെക്ഷൻ 3യിലാണ്. സെക്ഷൻ 3യിലാണ്. അവിടെ 2 ടൈപ്പ് രജിസ്ട്രാർമാരുണ്ട്. ആദ്യത്തെ പറഞ്ഞാൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന മെയിൻ രജിസ്ട്രാർ എന്ന് ഓർത്താൽ മതി. രണ്ടാമത് വരുന്ന ഫംഗ്ഷണൽ രജിസ്ട്രാർ, അല്ലെങ്കിൽ രജിസ്ട്രാറിന്റെ ഫംഗ്ഷൻസ് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ചെയ്യുന്ന വ്യക്തികൾ. ഇപ്പൊ രജിസ്ട്രാറിന്റെ അധികാരങ്ങൾ ഡെലിഗേഷനിലൂടെ വികേന്ദ്രീകരണം എന്ന് പറയും. വികേന്ദ്രീകരണം ചെയ്ത് ഓരോ ആൾക്കാർക്കും ഏൽപ്പിച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള അധികാരങ്ങൾ അല്ലെങ്കിൽ ഭാഗികമായിട്ടുള്ള അധികാരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമ്മൾ ഈ അസിസ്റ്റന്റ് രജിസ്ട്രാർ, ജോയിന്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ അല്ലെങ്കിൽ അഡീഷണൽ രജിസ്ട്രാർ ഒക്കെ വരുന്നത് ആ ഒരു പോസ്റ്റാണെന്ന് ഓർത്ത് വെച്ചേക്കുക. മെയിൻ രജിസ്ട്രാറിന് മാത്രമായിരിക്കും സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരം നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 2 പാർട്ടായിട്ടാണ് നമ്മുടെ കോർപ്പറേഷന്റെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. 2 പാർട്ടായിട്ടാണ് കോർപ്പറേഷന്റെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ ബേസ് ആയിരുന്നു, വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്താ പറയുക ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇവരിവിടെ കൂടുതലും ചോദിച്ചത് അല്ലേ. വളരെ ബേസിക് ചോദ്യങ്ങളായിരുന്നു. എനിക്ക് തോന്നുന്നില്ല വലിയ നമ്മുടെ കടുകട്ടിയായിട്ട് നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ഇവിടെ ചോദിച്ചില്ല. ബേസിക് ചോദ്യങ്ങൾ മാത്രമാണ് ഇവരിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ നിലവിലെ ഈ എക്സാമിന്റെ കട്ട് ഓഫ് 80 റേഞ്ചാണ്, 80 റേഞ്ചാണ് കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ ആലോചിക്കുക, 100-ൽ 80 മാർക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന 80 വേണം. പക്ഷെ നമുക്ക് ജോലി കിട്ടണമെങ്കിൽ എന്താണ് കട്ട് ഓഫിനേക്കാൾ ഒരു 2-3 മാർക്കും കൂടെ നമുക്ക് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ കറക്റ്റ് ഒറ്റ ബാങ്കിന്റെ ലിസ്റ്റിൽ വന്നുകൊണ്ടൊന്നും കാര്യമില്ല, അറിയാമല്ലോ, നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ടീം I+നോടൊപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സിലബസ്, ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് റെക്കോർഡ് ക്ലാസ് ആണ് കേട്ടോ. സിലബസ് ബേസ്ഡ് റെക്കോർഡ് ക്ലാസ് നമ്മൾ ആപ്പിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ലൈവ് സെഷൻസുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ പരീക്ഷകൾ, മോഡൽ എക്സാംസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന മെന്ററിന്റെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ പ്രോപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് തന്നെ വിജയിക്കാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പ്രോപ്പറായിട്ട് പഠിക്കും, ചുമ്മാ നമ്മൾ ഒരു രസത്തിന് ഇറങ്ങി പഠിച്ചിട്ട് കാര്യമില്ല. കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ പഠിക്കണം. നമ്മുടെ കോഴ്സുകളെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനായിട്ട് താഴെ നമ്മൾ ലിങ്കിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ ഫോംസുകൾ പോകുന്നുണ്ട്. നിങ്ങൾ അത് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഈ നമ്പർ 8606445522 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നമ്മളുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെക്കുറിച്ച് കോഴ്സിനെ കുറിച്ചൊക്കെ അറിയാനും പരീക്ഷയെക്കുറിച്ചൊക്കെ അറിയാനും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനും നിങ്ങളിതിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ വിജയിക്കുക. വിജയം അനിവാര്യമാണ്. സക്സസ് ഇസ് നോട്ട് ആൻ ആക്സിഡന്റ് എന്നാണ് പറയുക അല്ലേ. ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഹാർഡ് വർക്കിലൂടെയും സ്മാർട്ട് വർക്കിലൂടെയും കുറേ അധികം സമയമെടുത്തുള്ള ഒരു പ്രക്രിയയാണ്.
അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് അതിനുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ കേട്ടോ. ഓക്കെ, താങ്ക് യു.